നല്ല സ്റ്റഡി ആയിട്ടുള്ള വണ്ടിയാട്ടോ. ഞാൻ അതിൽ പണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് വെളിയിൽ വെച്ച്. പഴയ വണ്ടിയാണ് മിത്സുബിഷിയിലെ. എനിക്ക് തോന്നുന്നത് 10-15 കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള പഴയ വണ്ടിയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അത് നാഫ്കോയിൽ വരണമുണ്ടായിരുന്നു. പക്ഷെ നല്ല സ്റ്റഡി വണ്ടിയാണ്. വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള വണ്ടിയാണ്. അതിൽ നമ്മൾ ട്രാവൽ ചെയ്തേക്കുമ്പോൾ നല്ല റൂട്ടിൽ കൂടെ ആണെങ്കിലും ആ വണ്ടിയുടെ ആ ട്രാവൽ കാണുമ്പോൾ അറിയാം. ലാൻഡ് ക്രൂസറിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിയിൽ വേണ്ട പുള്ളിക്ക് ഈ ഓഫ് ഷോറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ അതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പജാറിനേക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയല്ല ലാൻഡ് ക്രൂസർ. കുറച്ചുകൂടെ എസ്യുവിൽ എനിക്ക് ഏറ്റവും നല്ല ഡ്രൈവ്, സൂപ്പർ ഡ്രൈവായിട്ട് തോന്നിയേക്കുന്നത് റേഞ്ച് റോവർ സ്പോർട്സ് ആണ്. വെളിയിൽ വെച്ച് ഒരാളുടെ വണ്ടിയിൽ ഞാൻ കയറി. അത്രയും ക്വാളിറ്റി വേറെ ഒരു എസ്യുവിയിലും തോന്നിയിട്ടില്ല. റേഞ്ച് റോവർ സ്പോർട്സിൽ അടിപൊളി വണ്ടി. റേഞ്ച് റോവർ സ്പോർട്സ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ റൈഡായിട്ട് എനിക്ക് തോന്നിയത് റേഞ്ച് റോവർ സ്പോർട്സ്. ബെൻസിൽ കയറിയുണ്ട്. ബെൻസ് മറ്റേ ചവർലിറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം കംഫർട്ടാണ്. BMW റേസ് സീരീസിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉച്ചയ്ക്ക് 1 കിലോമീറ്ററൊക്കെ ഉള്ളു അവിടെ നിന്ന് ലുലു സെൻറ്റർ വരെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ കൂടെ കയറി പോകാറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങോട്ട് ചിലപ്പോൾ കിട്ടാറുണ്ട് അവരുടെ. അവര് പോകുന്ന റെസ്റ്റോറൻ്റ് അല്ല നമ്മൾ അപ്പൊ അവര് മറ്റേ കുറച്ചും കൂടെ ഫാസ്റ്റ് ഫുഡ് ആ ടൈപ്പ് ലെബനോ മറ്റേ അവര് മറ്റേ ഇതാന്ന് തോന്നുന്നു കൂടുതൽ ലെബനോൻ ഏരിയ എന്നുള്ളവരാണ്. അപ്പോൾ അവർ ഇതൊക്കെ കഴിക്കാറില്ല. നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അന്ന് അവിടെ വെച്ച് കണ്ട തന്നെ ഹെൽത്ത് സിറ്റിയിൽ വെച്ച് കണ്ട ലെബനോനി ഗ്രൂപ്പ്സ്. അതിലൊരാൾ ഇച്ചിരി റഫായിരുന്നു, ഒരു സൈറ്റിൻ്റെ ചാർജ് വഹിച്ചൊരു എഞ്ചിനീയർ. ബാക്കി എല്ലാവരും വലിയ കുഴപ്പമില്ല, ഡീസൻസ് ആയിരുന്നു ആ സൈറ്റിലുണ്ടായിരുന്നത്. ലെബനോനി എഞ്ചിനീയേഴ്സ് മറ്റേ ഇതിന് ഇഷ്ടംപോലെ ഇവർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ കോൺട്രാക്ടർ സിവിൽ കമ്പനി അല്ല MEP കമ്പനി ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ ഫയർ പ്രൊട്ടക്ഷൻ്റെ ആയിരുന്നു. ഞങ്ങളുടെ മെയിൻ കമ്പനി MEP കമ്പനിക്ക് അവർക്കും ഉണ്ടായിരുന്നു കുറേ ലെബനോനി എഞ്ചിനീയേഴ്സ്. ലെബനോൻ ലെബനോനാണോ ജോർദാൻ ലെബനോൻ ഏരിയ എന്നുള്ള വലിയ കുഴപ്പമില്ലായിരുന്നു. അവർ എല്ലാവരും ഡീസൻ്റ് ആയിരുന്നു. ഞാൻ അവരുടെ വണ്ടി കയറി BMW കയറി നൂണിലൊക്കെ ഇറക്കി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ
ബ്രേക്കിൽ അവരുടെ വണ്ടി കയറി അങ്ങോട്ട് പോകും. ഞങ്ങൾ വേറെ 2 മലയാളി എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, മറ്റേ ഞങ്ങളുടെ മെയിൻ കോൺട്രാക്ട്. അവരുടെ കൂടെ ഞങ്ങൾ 2 വണ്ടിയായിട്ട് പോകുമായിരിക്കും. 2 വണ്ടിയിൽ 2 BMW ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിൽ കയറി ഇരുന്നിട്ട് തിരിച്ച് അവർ ഇറങ്ങാറാകുമ്പോഴത്തേക്ക് അവർ ഫോൺ ചെയ്യും. അവർ വേറെ റെസ്റ്റോറൻറ്റിലായിരിക്കും പോകുന്നത്, നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിലായിരിക്കില്ല അവർ. അപ്പോൾ അവർ ഫോൺ ചെയ്ത് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് ഒരു റിട്ടേൺ ഒരു കാര്യം നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. കാറിൽ പോയ 1 കിലോമീറ്റർ കൂടുതൽ വേണം സൈറ്റിൽ നിന്ന്. നടന്നു പോയാൽ 1/2 കിലോമീറ്റർ പോലും ഇല്ല. ഈ ലുലു സെൻറ്ററിൻ്റെ ആ ഏരിയ ഇട്ട് പോകണമെങ്കിൽ, ലുലു അല്ല, അത് KM ട്രേഡിങ്ങിൻ്റെ ഏരിയ ഇട്ട് പോകണമെങ്കിൽ. അപ്പം BMW ട്രാവൽ ചെയ്തിട്ടുണ്ട്. BMW പക്ഷേ കുറച്ചും കൂടെ ഒരു മറ്റേ സ്മൂത്ത് സസ്പെൻഷനാണ്, കുറച്ച് സ്റ്റിഫർ സസ്പെൻഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് പറഞ്ഞത് ഹൈ സ്പീഡ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കണമെന്നാണ് കേട്ടത്.